Hi, I am Rojas Juice, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2025-ൽ +2 കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എടുത്ത് പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സയൻസ് റിസർച്ച് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ബിടെക് പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ. ഇന്ത്യയിൽ 7 ഐസറുകളാണുള്ളത്. ബർഹാംപൂർ, കൊൽക്കത്ത, ഭോപ്പാൽ, മൊഹാലി, പൂനെ, ട്രിവാൻഡ്രം ആൻഡ് തിരുപ്പതി. ഈ 7 ഐസറുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള IAT എക്സാമിനേഷൻ, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ഈ എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷനായി നടക്കുന്നത് മെയ് 25-നാണ്. ഈ എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് വേണം നാം എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ. ഇതിന് വിശദ വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള വെബ്സൈറ്റ് iceradmissions.ac.in. ഈ വെബ്സൈറ്റിലൂടെ മാർച്ച് 5 മുതൽ ഏപ്രിൽ 15 വരെ ഇൻ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് വേണം IAT എക്സാമിനേഷൻ എഴുതാൻ. IAT എക്സാം, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എക്സാമിനേഷൻ എഴുതാനായിട്ട് എലിജിബിലിറ്റി നാം നേടിയെടുക്കാൻ. ഇങ്ങനെ മാർച്ച് 5-നും ഏപ്രിൽ 15-നും ഇൻ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എക്സാമിനേഷൻ മെയ് 25-ന് നടക്കുന്ന എക്സാമിനേഷന് 10 ദിവസം മുമ്പ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓൺലൈനായി നടക്കുന്ന എക്സാമിനേഷന് 4 സബ്ജക്റ്റുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, 4 സബ്ജക്റ്റുകൾ 60 ക്വസ്റ്റ്യൻസ് വീതമുള്ള 240 മാർക്കിൻ്റെ എക്സാമിനേഷനാണ് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ 7 ഐസറുകളിലൂടെ അഡ്മിഷൻ ലഭിക്കുന്നത് 5 ഇയർ BSMS പ്രോഗ്രാമുകൾ, 4 ഇയർ BS പ്രോഗ്രാമുകൾ, 4 ഇയർ BTech പ്രോഗ്രാമുകൾ, ഇത്രയും കോഴ്സുകളിലേക്കാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. ഭോപ്പാൽ ഐസറിലുള്ള BTech പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഡേറ്റാ സയൻസ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഈ കോഴ്സുകളിലേക്കൊക്കെ ഐസറുകളിൽ അഡ്മിഷൻ നേടി പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഏറ്റവും മികച്ച പ്രൊഫഷനിലേക്ക് എത്താൻ, പ്ലേസ്മെൻറ്റുകളിലേക്ക് എത്താനാണ് വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് ജനറൽ കാറ്റഗറി, OBC ഇതുപോലെ വരുന്ന എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിനും 2000 റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീസ് വരിക. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 1000 റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീസ്. NRI കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളോ ഫോറിൻ കൺട്രിയിലുള്ള വിദ്യാർത്ഥികളോ ആണെങ്കിൽ 12,000 റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് റെമിറ്റ് ചെയ്യേണ്ടി വരിക. ഈ 7 ഐസറുകളുമായി BSMS പ്രോഗ്രാമുകളോ BTech പ്രോഗ്രാമുകളോ BS പ്രോഗ്രാമുകളോ എല്ലാം ചേർത്തിട്ട് 2333 സീറ്റുകളാണ് ടോട്ടലായിട്ട് ഉള്ളത്. ഈ സീറ്റുകളിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കുന്നതിലൂടെ ഒരു സയൻസ് റിസർച്ച് മേഖലയിലേക്ക് പോകുന്നത് കൂടാതെ നമുക്ക് BTech പ്രോഗ്രാമുകളിലൂടെയും ഇതിനോടൊപ്പം തിരുപ്പതി ക്യാമ്പസിലൊക്കെ ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സുകളിലേക്കുമൊക്കെ ഒരു അഡ്മിഷൻ ലഭിക്കാൻ ഈ ടെസ്റ്റിലൂടെയാണ് വിദ്യാർത്ഥികൾക്ക് അവസരമൊരുങ്ങുന്നത്. ഇനി ഈ 7 ഐസറുകളിൽ നമ്മുടെ കേരളത്തിലുണ്ടൊരു ഐസർ നമ്മൾ ആദ്യം തന്നെ കണ്ടു, ട്രിവാൻഡ്രത്തുള്ള ഐസർ. ഈ ഐസറിൻ്റെ ക്യാമ്പസിലും നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാം. ഇതേപോലെ ബാക്കിയുള്ള 6 ഐസറുകളിലേക്കും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻസിന് അവസരമൊരുങ്ങുന്നത് ഈ എക്സാമിനേഷൻ, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന എക്സാമിനേഷൻ വഴിയാണ്. അപ്പോൾ ഈ ടെസ്റ്റ് പേപ്പറിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി സബ്ജക്റ്റുകളാണ്. ഇനി നമ്മൾ 3 സബ്ജക്റ്റാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ ഈ 4 സബ്ജക്റ്റിൽ ഏതെങ്കിലും 3 സബ്ജക്റ്റുകൾ എക്സാമിനേഷന് എഴുതിയാൽ മതിയാവും. ആ 3 സബ്ജക്റ്റിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റിൽ വരുന്നതും നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് മൂവ് ചെയ്യാനും സാധിക്കുക. ഈ IAT എക്സാമിനേഷൻ മാത്രമല്ല, നമുക്കറിയാം മെഡിക്കൽ സെക്ടറിലെയും എഞ്ചിനീയറിംഗ് സെക്ടറിലുമായി ഒരു വിദ്യാർത്ഥി എഴുതേണ്ടി വരുന്ന ധാരാളം പരീക്ഷകൾ, IMU CET എക്സാമിനേഷൻ, AME CET എക്സാമിനേഷൻ, NDA'യുടെ എക്സാമിനേഷൻ, VIT എക്സാമിനേഷൻ, അതുപോലെ ഡിഫറൻറ്റ് സ്റ്റേറ്റുകളുടേതായ എക്സാമിനേഷൻ. കേരളത്തിലെ എഞ്ചിനീയറിംഗിനും മെഡിക്കലിനും അല്ലെങ്കിൽ ഫാർമസി കോഴ്സുകൾക്കും ഒക്കെ അഡ്മിഷൻ കൺട്രോൾ ചെയ്യുന്ന കീം എക്സാമിനേഷൻ, ഓൾ ഇന്ത്യ വഴിയുള്ള മെഡിക്കൽ എക്സാമിനേഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന നീറ്റ് എക്സാമിനേഷൻ, എഞ്ചിനീയറിംഗിൻ്റെ IITകളും NITകളും IITസിലും ഒക്കെ അഡ്മിഷൻ കിട്ടുന്ന JEE എക്സാമിനേഷൻ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന കുസാറ്റ് എക്സാമിനേഷൻ. ഇതുപോലെ ഒരു +2 കഴിയുന്ന അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയുടെ മുമ്പിലേക്ക് വരുന്ന എൻട്രൻസ് പരീക്ഷകൾ ഏതുമാവട്ടെ, ഇതിനൊക്കെ നാം പഠിക്കേണ്ടത് 11ലെയും 12ലെയും ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി സബ്ജക്റ്റുകൾ മാത്രമാണ്. ഇവിടെ
ഇവിടെ ഒരു ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് ആണ്. ഈ സബ്ജക്റ്റുകൾ, ഈ ഇത്രയും കുറച്ച് പോർഷൻസ് പഠിച്ചിട്ട് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ജയിക്കുന്നതിലൂടെ നമുക്ക് കാലുകുത്തുന്ന ക്യാമ്പസാണ് ലൈഫിൻ്റെ ഡെസിഗ്നേഷനായി മാറുക. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1 +2ൻ്റെ ആ ഒരു പഠനം എന്ന് പറയുന്നത് വളരെ സിൻസിയർ ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം. അങ്ങനെ നന്നായിട്ട് പഠിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. അവരെ അതിലേക്ക് ഗൈഡ് ചെയ്യാൻ പേരൻസും ഹെൽപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമിയും കൂടെയുണ്ട്. കഴിഞ്ഞ 25 ഇയേഴ്സായി വിദ്യാർത്ഥികൾക്ക് ഇതേപോലുള്ള മികച്ച ക്യാമ്പസുകളിലേക്ക് സ്ട്രെസ് ഫ്രീ ആയി എത്താനുള്ള നല്ല ടീച്ചിങ് മെത്തേഡ്സുകളും ഗൈഡൻസും കെയറുമാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. ഏറ്റവും മികച്ച വിജയം നേടി വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ആൽഫ അക്കാഡമിയുടെ ഓൺലൈൻ പ്രോഗ്രാമുകളോ ഓഫ്ലൈൻ പ്രോഗ്രാമുകളോ ഒക്കെ വിദ്യാർത്ഥികൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇനി കൃത്യമായി പഠിക്കേണ്ടത് 10ാം ക്ലാസ്സിന് ശേഷം +1 +2ൻ്റെ സമയത്ത് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ സിസ്റ്റത്തിൻ്റെ പാർട്ടായി ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ക്യാമ്പസിൽ റെസിഡൻഷ്യൽ സിസ്റ്റത്തോടൊപ്പം പഠിക്കാം. അതൊക്കെയാണെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് പഠിച്ചു തീർക്കാനും കോൺഫിഡൻസോടെ വിജയത്തിലേക്ക് മുന്നേറാനും ഒക്കെ സാധിക്കും. ഇതേപോലുള്ള ഏത് സിസ്റ്റത്തിൻ്റെ പാർട്ടായും നിങ്ങളെ വിജയിപ്പിക്കാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഐസർ പോലെയുള്ള വിവിധ എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ച് പുതിയ അപ്ഡേറ്റ്സുകൾ കൃത്യമായി മനസ്സിലാക്കാൻ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.